ഗുഡ് മോർണിംഗ്. ഇന്ത്യ ആസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 4ാമത്തെ മൊഡ്യൂളാണ്. അതിൽ നമ്മൾ 4ാമത്തെ വീഡിയോ ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന പാർട്ടുകളിൽ നമ്മൾ ചെയ്തത് എന്താണ് ഡെവലപ്പിംഗ് ഇക്കോണമി എന്നുള്ളതും അതേപോലെ തന്നെ ഇന്ത്യ എന്തുകൊണ്ടാണ് ഡെവലപ്പിംഗ് ഇക്കോണമി ആയിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതും, അതിന് പുറമെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ചെയ്തിരുന്നത് ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളായിട്ടുള്ള പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ദെൻ മൂന്നാമത്തെ ഇനീക്വാളിറ്റി, ഈ അസമത്വം എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളായിരുന്നു ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇതിലെ 2 പ്രശ്നങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് പുറമെ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ഇന്ത്യക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നീതി ആയോഗ് എന്നുള്ളതാണ്, എന്താണ് ഇനീക്വാളിറ്റി എന്നുള്ളതാണ്. ദ കൺസെപ്റ്റ് ഓഫ് ഇനീക്വാളിറ്റി, എന്താണ് ഈ ഇനീക്വാളിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അവർക്ക് ആഹാരം, പോഷണം, താമസം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ആക്സസിബിലിറ്റി ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ അവ നേടിയെടുക്കാൻ കഴിയാത്ത അതിൻ്റെ കഴിവില്ലായ്മയാണ് നമ്മളവിടെ പോവർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് ഈ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടിരുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ സേവനങ്ങളുണ്ട്, സർവീസസ് എന്ന് പറയാം നമുക്ക്, അതുപോലെ തന്നെ ബെനഫിറ്റ്സ്, ആനുകൂല്യങ്ങളുണ്ട്. ഇവ കിട്ടുന്ന സമയത്ത് അണീക്വലായിട്ടാണ് അല്ലെങ്കിൽ അസമത്വപരമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇൻകം ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു സർവീസസ് ആയിക്കോട്ടെ, ബെനഫിറ്റ്സ് ആയിക്കോട്ടെ, ദെൻ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, അവസരങ്ങളായി ഇപ്പോൾ ജോലിയുടെ അവസരങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള അവസരങ്ങൾ, ദെൻ അതേപോലെ തന്നെ ബെനഫിറ്റ്സ്, ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട്, സബ്സിഡി പോലെയുള്ള മറ്റു തരത്തിലുള്ള പെൻഷൻ പോലെയുള്ള അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പോലെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഹോസ്പിറ്റൽ സേവനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സേവനം, ഒരുപാട് സർവീസസും കിട്ടാറുണ്ട്. ഇത് കിട്ടുന്ന സമയത്ത് അത് ലഭ്യമാകുന്നിടത്ത് എന്തെങ്കിലും ഇനീക്വാളിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസമത്വം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ദ കൺസെപ്റ്റ് ഓഫ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ആക്സസബിലിറ്റി ഡിഫറൻ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ആക്സസബിലിറ്റിയാണ് ഗവൺമെൻറ്റിനോടുള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നോർമലി ഇതിനെ പറയാറുള്ളത്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്, നമ്മൾ പറയാറുണ്ട് പണക്കാരൊക്കെ വീണ്ടും വീണ്ടും പണക്കാരാവുന്നു, പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായിട്ട് തന്നെ തുടരുന്നു എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ പറയുന്നത് നോർമലി നമ്മളൊരു പറച്ചിലാണെങ്കിൽ കൂടി അതൊരു ഈ ഇനീക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻകവും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സർവീസും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റ്സും ഒക്കെ കിട്ടുന്ന ഒരു വിഭാഗം ജനങ്ങളിലേക്ക് മാത്രം അത് ഒതുങ്ങിക്കൂടുകയും ബാക്കി അത് കിട്ടേണ്ട ആളുകളിലേക്ക് അത് എത്താതിരിക്കുകയും ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇനീക്വാളിറ്റി എന്ന് പറയുക. എല്ലാവർക്കും തുല്യമായി കിട്ടേണ്ട അവസരങ്ങളും അതുപോലെ തന്നെ സർവീസസും അതുപോലെ ഈ ആനുകൂല്യങ്ങളും അത് ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇനീക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ത്യയിലുള്ള ഇനീക്വാളിറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച സമ്പന്നർക്കും ശക്തരായവർക്കും മാത്രം ലഭിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ ഇതിലൊരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ മുഴുവൻ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ഏറിയ പങ്കും അതിൽ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ വളരെ കുറച്ച് ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ വളരെ കുറച്ച് ജനങ്ങളിലേക്ക് മാത്രമാണ് അതിൻ്റെ ഒരു പകുതിയിലധികം വരുമാനവും പോകുന്നത്. ബാക്കി പകുതി മാത്രമാണ് അതിലുള്ള ബാക്കി ജനങ്ങളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് മനസ്സിലാകും ഇന്ത്യയിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും അതിൽ ഈ സമ്പന്നർക്കും അതേപോലെ തന്നെ ശക്തരായവർക്കും എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി അവർക്ക് ശക്തതയുള്ള ആളുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻകം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 2011 HDR അല്ലെങ്കിൽ മനുഷ്യ വികസന റിപ്പോർട്ട്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന HDRൻ്റെ റിപ്പോർട്ട്, അത് പ്രകാരം ഇന്ത്യയിലുള്ള ഈ ഒരു
ഇതിൻ്റെ കോറിലേഷൻ എന്ന് പറയുന്നത്, അതായത് വരുമാനവും ആളുകളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണിക്കുന്നത് ജിനി കോഎഫിഷ്യൻ്റ് എന്നാണ് പറയുക. അതിനെ ജിനി കോഎഫിഷ്യൻ്റ് കാണിക്കുന്നത് 36.8% ആണ് അതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, അതായത് ആളുകളിലേക്ക് ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഇത് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക പോലെയുള്ള, ബ്രസീലിനെ പോലെയുള്ള, തായ്ലാൻഡിനെ പോലെയുള്ള, ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾക്കുമായിട്ട് എടുത്ത് കമ്പാരിസൺ നടത്തി നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് മറ്റു ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഒരു നല്ല രീതിയിൽ തന്നെയാണ് നമ്മളത് ഇന്ത്യയുടെ സ്ഥിതി ഒരു മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇന്ത്യയിലും അത് എന്തുണ്ട്, ഈ ഇനീക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതായത് അത് ഇനീക്വാളിറ്റി ഇൻകം ആയിക്കോട്ടെ, ഇനി മറ്റു കാര്യങ്ങൾ സർവീസസ് ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, അവിടെ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലവിലുണ്ട്. അതിൻ്റെ ആ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ജിനി കോഎഫിഷ്യൻ്റ് ആണ് കാണിക്കുന്നത് 36.8% എന്ന് പറയും. ഇത് 2001 മുതൽ 2010 വരെയുള്ള, അല്ലെങ്കിൽ 2000 മുതൽ 2011 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. അതിനുശേഷമുള്ള ഡാറ്റ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മളത് പറയാത്തത്. ദെൻ ഇന്ത്യയിലുള്ള അസമത്വങ്ങൾ അല്ലെങ്കിൽ ഇനീക്വാളിറ്റിയെ പ്രധാനമായിട്ടും നമ്മൾ 3 തരത്തിലാണ് നമ്മളതിനെ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ 3 ടൈപ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ ഉപഭോഗത്തിൽ ഇൻകം ആൻഡ് കൺസംഷൻ, അതിലുള്ള ഇനീക്വാളിറ്റി. അതിനെ നമുക്ക് വരുമാനത്തിലും ഉപഭോഗത്തിലുള്ള അസമത്വം എന്ന് പറയാം. അതേപോലെ തന്നെ സ്വത്തുക്കളിലുള്ള അസമത്വം, അതായത് ഇനീക്വാളിറ്റി ഇൻ അസറ്റ്സ്. ആൻഡ് ലാസ്റ്റ് വൺ റീജിയണൽ ഇനീക്വാളിറ്റിയാണ്. അങ്ങനെ 3 തരത്തിലുള്ള ഇനീക്വാളിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് വരുമാനത്തിലും ഉപഭോഗത്തിലുള്ള അസമത്വമാണ്. അതിന് നമ്മൾ ഇൻകം ആൻഡ് കൺസംഷൻ, ഇനീക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് കൺസംഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ സ്വത്തുക്കളിലുള്ള അസമത്വം നമുക്ക് ഇനീക്വാളിറ്റി ഇൻ അസറ്റ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് റീജിയണൽ ഇനീക്വാളിറ്റിയാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഇനീക്വാളിറ്റീസാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇനീക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് കൺസംഷൻ, നമുക്കറിയാം രാജ്യത്തിലുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും അത് ആക്സസ് ചെയ്യുന്നത് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ട്. അതായത് ഒരു 80% സർവീസസും അതേപോലെ ഈ ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, ഇതിൻ്റെ 80% അത് കൺസ്യൂം ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നതും ഈ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം സമ്പന്നരായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്. ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 10 മുതൽ 20% വരെ ആളുകളാണ് ഏകദേശം പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന് ഒരു 60 to 80 പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഉപയോഗിക്കുന്ന സമൂഹത്തിലെ ഈ 10 to 20 വരുന്ന പെർസെൻറ്റേജ് ആളുകളാണ്. ബാക്കി ഈ 80% ആളുകൾ യൂസ് ചെയ്യുന്ന ബാക്കി 40% അല്ലെങ്കിൽ ബാക്കി ഒരു 40 to 20% പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം നമുക്ക് അവിടെ ആ കണക്ക് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് നമ്മളവിടെ നോക്കുന്ന സമയത്ത് സമൂഹത്തിലെ നല്ലൊരു ഭാഗം ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്ന വളരെ കുറച്ച് മാത്രമാണ്, ബാക്കിയുള്ള ആ ഒരു 10 to 20% ആളുകളാണ് നമ്മളത് പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ബാക്കി 80% എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആളുകൾക്ക് കിട്ടുന്ന ഇൻകവും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും അതൊരു വിഭാഗം ജനങ്ങളിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രം എന്താണ് അത് ഒതുങ്ങിക്കൂടാണ്. അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലുള്ള ആക്സസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല ഇൻകവും അതുപോലെ തന്നെ അവിടെയുള്ള കൺസംഷനും നടക്കുന്നത്. അത് ഡിഫറെൻറ്റ് ലെവലിലാണ് നടക്കുന്നത്. ദെൻ ഇനീക്വാളിറ്റി ഇൻ അസറ്റ്സ് ആണ്. നമുക്കറിയാം ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ്. ഒന്നുകിൽ നമുക്ക് ഈ അസറ്റുകൾ, അതായത് ലാൻഡ് പോലെയുള്ള പ്രോപ്പർട്ടീസിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആനിമൽസ്, ഷെയർസ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അസറ്റാണ്. അതായത് നമ്മളൊരു ലാൻഡിലൊരു ബിൽഡിങ് അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് യൂണിറ്റ് നടത്തിയിട്ട് നമ്മൾ അസറ്റുകളിൽ നിന്ന് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്തുള്ള മൊത്തം അസറ്റുകളുടെ നല്ലൊരു പങ്കും ഒരു കുറഞ്ഞ വിഭാഗം ആളുകളുടെ മാത്രമാണ്.
അതായത് നമ്മുടെ പിന്നെ രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മുടെ ഈ രാജ്യത്തുള്ള മൊത്തം അസറ്റിൻ്റെ മുഴുവൻ ഏറിയ പങ്കും അവർ അത് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു വളരെ കുറഞ്ഞ തരത്തിലുള്ള ആളുകളാണ്. സോ അതിൽ നിന്നുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പോകുന്നത് ഈ വളരെ കുറഞ്ഞ ആളുകളിലേക്കാണ്. അപ്പോൾ അവിടെ അസറ്റ് ഹോൾഡ് ചെയ്യുന്നതും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും അവിടെയും എന്തുണ്ട്, ഇനീക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ റീജിയണൽ ഇനീക്വാലിറ്റിയാണ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നമുക്ക് പറയാം. ഇന്ത്യയിൽ 28ഓളം അല്ലെങ്കിൽ 29ഓളം സ്റ്റേറ്റുകളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റുകളിൽ അവർക്ക് കിട്ടുന്ന ഇൻകം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻകവും അതേപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്മൾ നമ്പർ 1 ആണ് എന്നൊക്കെ പറയാറുണ്ട്. അതേ സമയത്ത് മറ്റു സംസ്ഥാനങ്ങൾ കേരളവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളും തമ്മിൽ തമിഴ്നാട് ആയിക്കോട്ടെ, മറ്റു കർണാടക ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും ഡെവലപ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ കാരണം അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അവർ കൊടുക്കുന്ന ആ ഒരു ഇൻകം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല ആ സംസ്ഥാനങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകവും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചില സംസ്ഥാനങ്ങളിൽ പോവർട്ടി വളരെ കൂടുതലായിരിക്കും, ചില സംസ്ഥാനങ്ങളിൽ പോവർട്ടി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ, മറ്റു മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്ത് തന്നെ ഡിഫറെൻ്റ് റീജിയനിലേക്ക് എത്തിക്കുന്ന ഈ ഇൻകം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ലെവലിലാണ്. അല്ലെങ്കിൽ ഇനി പിന്നെ ഡിഫറെൻ്റ് ഏരിയയിലേക്ക് എത്തിക്കേണ്ട ഇൻകം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഇൻകമാണ്. അതേ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ റീജിയണൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ഇനീക്വാലിറ്റീസാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ദെൻ ഈ ഇനീക്വാലിറ്റി ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഈ ഫാക്ടേഴ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അത് ഹോൾഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഓണേഴ്സാണ്. അതായത് വളരെ കുറച്ച് ആളുകളായിട്ടുള്ള വലിയ വലിയ മുതലാളിമാരാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവർ ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ തൊഴിലാളികൾക്ക് അവർ ജോലി ചെയ്യുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള വേജ് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അതിൽ നിന്നുള്ള ലാഭമൊക്കെ പോകുന്നത് ആരിലേക്കാണ്, ഈ പ്രൈവറ്റ് ഓണേഴ്സിലേക്കാണ് പോകുന്നത്. അതായത് അതിൻ്റെ മുതലാളിമാരിലേക്കാണ് പോകുന്നത്. ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ആളുകളിലേക്കും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അത് അതിൻ്റെ ഓണേഴ്സിലേക്ക് മാത്രമാണ് പോകുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ചൈനയെ പോലെയുള്ള അവിടെ സെൻട്രലൈസ്ഡ് ഗവൺമെൻറ്റാണ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ലാഭം കിട്ടുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിലേക്കാകുമ്പോൾ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സ്ഡ് ഇക്കോണമിയാണ് അവിടെ തന്നെ. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പ്രൈവറ്റ് ഓണേഴ്സ് അവർ ഹോൾഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അത് അവരിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് സമൂഹത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ പോവർട്ടി ഓഫ് ദി പീപ്പിളാണ്. അതായത് ആളുകളുടെ ദാരിദ്ര്യം കൊണ്ട് പല ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇനീക്വാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഇൻഹെറിറ്റൻസ് ആണ്. ദെൻ നെക്സ്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ഇൻ ഹാൻഡ്സ് ഓഫ് യു. വളരെ കുറഞ്ഞ ആളുകളിലേക്ക് എന്ത് ചെയ്യാണ്, ഈ എക്കണോമിക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ദെൻ അതേപോലെ ഹൈലി അൺഈക്വൽ അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ അസറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളുടെ കയ്യിൽ എന്തില്ല, അസറ്റ് ഹോൾഡ് ചെയ്യാത്തത്. ഈ അസറ്റ് ഹോൾഡ് ചെയ്യുന്നത്, രാജ്യത്തിനകത്തുള്ള അസറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് രാജ്യത്തിനകത്തുള്ള അസറ്റുകളുടെ ഭൂരിഭാഗം അസറ്റുകളും ഹോൾഡ് ചെയ്യുന്ന വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ്. അതേപോലെ തന്നെ ഇനീക്വാളിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് വളരെ ചില സംസ്ഥാനങ്ങൾ കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടക്കുന്നു, ചില സംസ്ഥാനങ്ങൾ വളരെ കുറവ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടക്കുന്നു. ചില ഏരിയകളിൽ, ചില റീജിയനുകളിൽ കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകും. അപ്പം ഡിഫറെൻറ്റ് തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വരുന്നതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനീക്വാലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമിയുടെ വളർച്ച എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാം
നഗരപ്രദേശങ്ങളിലും അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഡിഫറെൻ്റ് ആയിരിക്കും അവിടുത്തെയുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ മുഴുവനായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ഡെവലപ്ഡ് കൺട്രീസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് വളരെ ലോ ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിലേക്ക് അതേപോലെ തന്നെ ഇൻകം എത്തുന്നതിനും അതേപോലെ തന്നെ അവർക്ക് കൺസംഷൻ ഉണ്ടാവുന്നതിനും അതൊരു തടസ്സമായി തീരുന്നുണ്ട്. സോ അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ഡിഫറൻറ്റ് റീജിയണൽ ഗ്രോത്ത്, ചില ഏരിയകൾ ചില റീജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും. അതേ സമയത്ത് ചില ഏരിയകൾ എന്താണ് വളരെ ബാക്ക്വേർഡായിട്ട് തന്നെ എന്ത് ചെയ്യാണ്, നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ചില ഏരിയകൾ വളരെ എന്തായിരിക്കും, ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള, ചെന്നൈ പോലെയുള്ള, കേരളത്തിൽ കൊച്ചി പോലെയുള്ള ചില നഗരങ്ങളൊക്കെ എന്താണ് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതേ സമയത്ത് ഇതേ സംസ്ഥാനങ്ങളിൽ തന്നെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് റീജിയൻസിന് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതെന്തുണ്ട്, അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അത് ഈ ഒരു ഇനീക്വാളിറ്റിക്ക് കാരണമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇനീക്വാളിറ്റി ഇൻ പ്രൊഫഷണൽ ട്രെയിനിങ്, ആളുകൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സോഷ്യൽ സെക്ടേഴ്സിൽ, അതായത് ഈ സാമൂഹിക ഘടകങ്ങളിലകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ കൂടുതലായിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ലേബർ ഇൻറ്റൻസീവിന് പകരം, അതായത് കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിക്കുന്നതിന് പകരം കൂടുതലായിട്ട് മെഷീനറി ഉപയോഗിക്കുന്നു ഈ ഒരു ഇനീക്വാളിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് തൊഴിലാളികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ തൊഴിലാളികൾക്ക് അതൊരു വരുമാന മാർഗ്ഗമായിട്ട് മാറുകയും അത് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ആളുകളിലേക്കൊക്കെ കൺസംഷൻ അല്ലെങ്കിൽ അവർക്ക് കൺസംഷൻ നടത്താൻ ഒരു കാരണമായിട്ട് തരും. അതേ സമയത്ത് കൂടുതലായിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് കൂടുതൽ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഫേമുകളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, അവിടെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഓണേഴ്സിന് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടായില്ല, അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് അതെന്ത് ചെയ്യുന്നില്ല, ഇൻകം അത് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ എന്തുണ്ട്, ഇനീക്വാളിറ്റിക്ക് സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഓണേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അതേപോലെ സമയത്ത് അതുമായിട്ട് ചുറ്റുവരുന്ന സൊസൈറ്റിക്ക് എന്തെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ദെൻ ഫെയിലിയർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലാൻഡ് റിഫോംസ്. നമ്മൾ പണ്ട് കാലങ്ങളിൽ ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായി. ഓരോ വ്യക്തികൾക്കും അവർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലാൻഡിൻ്റെ അളവുകൾ, അതുപോലെ തന്നെ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ലാൻഡുകൾ പിന്നെ വ്യത്യസ്ത ആളുകൾക്ക് വിധിച്ചു കൊടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള ലാൻഡ് റിഫോംസ് ചെയ്യാറുണ്ടായിരുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്യുക. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അത് സാധ്യമായിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയാം. അതേപോലെ തന്നെ ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പ്, അതായത് നമ്മൾ ഈ ഒരു കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ഓണർഷിപ്പിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഇൻകത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ കൂടുതൽ ഇൻകം ഉള്ള ആളുകളുടെ അവരുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് അടച്ചുകൊണ്ട് ആ വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്, മറ്റു ആളുകൾക്ക്, സൊസൈറ്റിയിലുള്ള മറ്റു ആളുകൾക്ക് അത് പിന്നെ എത്തിക്കുന്നത്. പിന്നെ സർവീസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ആനുകൂല്യങ്ങളായിക്കോട്ടെ, പല രീതിയിൽ അത് മറ്റു ആളുകളിലേക്ക് എത്തിക്കുന്നത് ടാക്സിലൂടെ ഈ എമൗണ്ട് കളക്ട് ചെയ്തതിന് ശേഷം. പക്ഷേ ഈ ഒരു ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പ് നടത്തുന്നതിലൂടെയും അതേപോലെ തന്നെ കൃത്യമായിട്ട് ടാക്സ് അത് പിരിക്കാൻ പറ്റാത്തതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ആളുകളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു പിന്നെ കൂടുതൽ വരുമാനമുള്ള ആളുകളുടെ ആ ഒരു വിഹിതം മറ്റു ലെവലിലുള്ള ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റാത്തതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പണപ്പെരുപ്പം ഉണ്ടാകുകയും അതുപോലെ തന്നെ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്നത്, അത് ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള അല്ലെങ്കിൽ അന്നന്ന് ദിവസങ്ങളിൽ പിന്നെ ജോലിയെടുത്ത് ആ പണം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ചില സാധനങ്ങളൊന്നും കൺസ്യൂം ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സോ അതെന്തുണ്ട്, ഒരു ഇനീക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വത്തിന് അത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അതായത് ഈ സ്വകാര്യവൽക്കരണം അതേപോലെ തന്നെ ആഗോളവൽക്കരണമൊക്കെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഈ സേവനങ്ങളൊക്കെ പ്രൈവറ്റൈസേഷൻ നടത്തുന്ന ഈ സ്വകാര്യ വ്യക്തികൾ കൂടുതലായിട്ട് അവർ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യും, മറ്റു ആളുകൾക്ക് അത് എത്തിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇനീക്വാളിറ്റി ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ അസമത്വം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെമഡിയൽ മെഷേഴ്സാണ്. റെമഡിയൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്
റിഡക്ഷൻ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. ഈ വളരെ കുറച്ച് ആളുകളിൽ മാത്രമായിട്ട് ചുരുക്കപ്പെട്ടുള്ള ഈ ഒരു എക്കണോമിക് പവർ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും അത് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ എക്കണോമിക് പവർ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രം അത് നിശ്ചിതമായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ മാത്രമാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അത് എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ തരത്തിലുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഈ എക്കണോമിക് പവർ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയസ്, സമൂഹത്തിലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയസിനെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതേപോലെ തന്നെ ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ വരുമാനവും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അത് എല്ലാവരിലേക്കും എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ ലാൻഡ് റിഫോംസ്, ഈ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ലാൻഡുകൾ അത് ഗവൺമെൻറ് കളക്ട് ചെയ്തുകൊണ്ട് ആർക്കാണോ ലാൻഡ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ആർക്കാണോ അത് അതിൻ്റെ അത്യാവശ്യക്കാർ അവർക്കത് വിധിച്ചു കൊടുക്കുന്നതിൽ ഗവൺമെൻറ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതലായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും. പ്രൊവൈഡ് മോർ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി, ഈ എഡ്യൂക്കേഷൻ പോലെയുള്ള, അതേപോലെ തന്നെ ഹെൽത്ത് പോലെയുള്ള പല സർവീസസും ആളുകൾ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതും. ദെൻ ബ്ലാക്ക് മണിയെ, കള്ളപ്പണത്തെ അത് തടയുക എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻകം ടാക്സ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻകം ടാക്സ്, ആളുകളുടെ അടുത്തുനിന്ന് വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സ് കളക്ട് ചെയ്യുന്നത്, നികുതി കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് കളക്ട് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ മൊണോപ്പൊളി ആൻഡ് ട്രേഡ് റെസ്ട്രിക്ഷൻ പ്രാക്ടീസ്, അതായത് ചില പ്രൊഡക്ഷൻ നടത്തുന്നിടത്ത് ചില ആളുകൾക്ക് മൊണോപ്പൊളി ഉണ്ടായിരിക്കും, അവർ മാത്രമായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നത്. അത് ഒഴിവാക്കിയിട്ട് എല്ലാവരിലേക്കും അത് ആക്സസ് ചെയ്യാം, എല്ലാ തരത്തിലുള്ള ഫേമുകൾക്കും ആ ഒരു മാർക്കറ്റിലേക്ക് എൻട്രി കൊടുക്കുക എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ ടാക്സ് ഓൺ ലക്ഷറീസ്, ഹൈ ടാക്സ് ഓൺ ലക്ഷറീസ്, ചില ഈ സമൂഹത്തിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകളാണ് ലക്ഷറി പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് ഗവൺമെൻറ്റിന് കളക്ട് ചെയ്യാൻ പറ്റും. അത് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു ഈ താഴെ തരത്തിലുള്ള ആളുകളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഇൻഹെറിറ്റൻസ് ലോ, അതേപോലെ തന്നെ നിയമങ്ങളിലുള്ള മാറ്റം കൊണ്ടുവരിക, അതിനാവശ്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരിക. അതേപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, അതായത് കൂടുതലായിട്ട് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് സോഷ്യൽ സെക്ടേഴ്സ്, സാമൂഹികമായിട്ടുള്ള ഘടകങ്ങൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മേഖലകളിലേക്ക് കൂടുതലായിട്ടുള്ള ഗവൺമെൻറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ കൂടുതലായിട്ടുള്ള മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ കൺട്രോൾ ഇൻഫ്ലേഷനെ കുറയ്ക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ, ജനസംഖ്യാ വർധനവ് കുറയ്ക്കുക തുടങ്ങി ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇനീക്വാളിറ്റി, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വം നിലനിർത്താൻ, അല്ലെങ്കിൽ അസമത്വം ഇല്ലായ്മ ചെയ്യാൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന് വേണ്ട ഈ ഒരു ഓവർകം ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്, റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഈ ഒരു ഇതിനകത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 4ാമത്തെ മൊഡ്യൂളിനകത്ത് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് കൂടിയുണ്ട്, നീതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മൾക്ക് കേട്ട് പരിചയമായിട്ടുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏകദേശം ഒരു 60 ദശാബ്ദത്തോളം അല്ലെങ്കിൽ 60 വർഷത്തോളം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓരോ 5 വർഷം കൂടുന്ന സമയത്തും ഓരോ മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയെ കംപ്ലീറ്റ്ലി ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുതിയ ഗവൺമെൻറ്, നമ്മുടെ നിലവിലുള്ള ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇക്കോണമിയിലെ വ്യത്യസ്ത മേഖലകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അതിനകത്ത് വികസന കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതിനുള്ള നയങ്ങളും പോളിസീസും പ്രോഗ്രാംസുകളും ഒക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ രൂപീകരണവും അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു ഉയർന്ന സർക്കാർ തലത്തിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിലുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് രൂപകൽപ്പന ചെയ്യപ്പെട്ടുള്ള നയപരിപാടികൾക്കും അതേപോലെ തന്നെ ഈ പ്രോഗ്രാംസിനും പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സർക്കാർ മേഖലയിലുള്ള ഒരു കൺസെപ്റ്റാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് 2015 ജനുവരി 1-ാം തീയതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നിലവിലുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതികൾ കംപ്ലീറ്റ്ലി നിർത്തലാക്കിക്കൊണ്ട് അതിന് പകരമായിട്ട് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്
ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളെന്ത് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള മുഖ്യ പങ്കുകൾ അതിനകത്ത് ആരൊക്കെയാണ് അതിന് ഹെഡായിട്ട് വരുന്നത്? അതിൻ്റെ തലവനായിട്ട് വരുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കും അതിൻ്റെ തലവനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ തലവനായിട്ട് വരുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിൻ്റെ ഉപതലവനായിട്ട് വരുന്നത്. ദെൻ ഗവേണിംഗ് കൗൺസിലിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ അതിൻ്റെ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, ആ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ഗവർണർമാരും അതിൻ്റെ അംഗങ്ങളായിട്ട് പങ്കെടുക്കുന്നു. അതാണ് അതിൻ്റെ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇനി പ്രാദേശികമായിട്ടുള്ള ഒരു കൗൺസിലുണ്ട് അതിനകത്ത്. ഈ പ്രാദേശികമായിട്ടുള്ള ഓരോ റീജിയണൽ ആയിട്ടുള്ള ഏരിയകളിൽ അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ റീജിയണൽ കൗൺസിൽ, പ്രാദേശികമായിട്ടുള്ള കൗൺസിലുണ്ട്. അതുപോലെ തന്നെ പ്രധാന കേന്ദ്രങ്ങൾ ഈ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുന്ന കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു ടീം ഇന്ത്യ ഹബ്ബ്. അതുപോലെ തന്നെ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്, അതായത് ഈ ഗവേഷണ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ കൂടുതലായിട്ടും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് എന്ന് പറയുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. ഇത്രയുമാണ് ഈ ഒരു നീതി ആയോഗ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു സർക്കിളിനകത്ത് വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് എപ്പോഴും പ്രധാനമന്ത്രി തന്നെയായിരിക്കും. രാജ്യത്ത് ആരാണോ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് അവരായിരിക്കും അതിൻ്റെ ഹെഡ് എന്ന തലവനായിട്ട് വരുന്നത്. ദെൻ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരാളായിരിക്കും അതിൻ്റെ ഉപതലവനായിട്ട് വരിക. ദെൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും അതേപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ അവിടെയുള്ള ഗവർണർമാരും ഇതിനകത്തുള്ള ഗവേണിംഗ് കൗൺസിലായിട്ട് വരും. അവർക്കൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇതിന് പുറമേയുള്ള പ്രാദേശിക കൗൺസിലുകളും അതേപോലെ തന്നെ ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുന്ന നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത്. ദെൻ ഈ നീതി ആയോഗ് പ്രധാനമായിട്ടും ഒരു 7 സ്തംഭങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് നിലനിൽക്കുന്നത്. ഒന്ന്, ജനകീയമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, എല്ലാ ആളുകൾക്കും മൊത്തത്തിൽ രാജ്യത്തിനകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഇത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രവൃത്തിപരമായിട്ടുള്ള സമീപനം, അവിടെ ഒരു ആളുകൾക്ക് കൃത്യമായിട്ട് അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാകണം അല്ലെങ്കിൽ അതിന് ആക്സസ് ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേപോലെ തന്നെ എല്ലാ പൗരന്മാരെയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും സ്ത്രീ ശാക്തീകരണം ഉദ്ദേശിക്കുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കുന്നതിന് പുറമെ തന്നെ അവിടെ സ്ത്രീകൾക്ക് കൂടി പ്രത്യേക പരിഗണന അതിനകത്ത് കൊടുക്കുന്നു. അതായത് എല്ലാവരെയും അവിടെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ദെൻ അതേപോലെ തന്നെ സമത്വം, ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇനീക്വാലിറ്റി ആയിരുന്നു. ഇനീക്വാലിറ്റിക്ക് ഓപ്പോസിറ്റ് ഈക്വാലിറ്റി, എല്ലാവർക്കും സമത്വമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാംസും പോളിസീസും പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അത് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശവും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയാണ്, അതായത് സുതാര്യത എന്ന് പറയും. ആളുകൾക്ക് കൃത്യമായിട്ട് അത് വാച്ച് ചെയ്യാൻ പറ്റണം. എങ്ങനെയായിരിക്കണം ഇതിൻ്റെ പ്രോഗ്രാംസുകൾ, അതെങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്, ഏത് തരത്തിലാണ് എത്തിക്കുന്നത്, എത്ര ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ്, എത്ര രൂപ എന്നുള്ള കൺസെപ്റ്റുകൾ എല്ലാം കൃത്യമായിട്ട് സുതാര്യമായിട്ടുള്ള രീതിയിൽ അത് ആളുകളിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളും അതേപോലെ തന്നെ പോളിസീസും ഒക്കെ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. ദെൻ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഒന്ന്, സംസ്ഥാനങ്ങളുടെ സഹകരണം നേടുന്ന അതായത് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ പ്രോഗ്രാംസുകളാണ് ആവശ്യമായിട്ടുള്ള, എന്തൊക്കെ പോളിസീസാണ് അവർക്ക് വേണ്ടത്, അവരുടെ സംസ്ഥാനങ്ങളുടെ ആ ഒരു ലെവലിൽ വെച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസും അത് രൂപകൽപ്പന ചെയ്യപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ തലത്തിൽ ഉള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുക. ഗ്രാമത്തിൽ ആവശ്യമായിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ആരോഗ്യം, അതുപോലെ തന്നെ ഗതാഗതം തുടങ്ങിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ ഏതൊക്കെ ഗ്രാമങ്ങളിലേക്കാണ് ആവശ്യമുള്ളത് ഈ നീതി ആയോഗിൻ്റെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ പ്രൊവൈഡ് ചെയ്യുക. then അതേപോലെ തന്നെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും ഈ ഒരു നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ സമ്പത്തും ശേഷിയും, അതായത് ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, ഇനി അസറ്റുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള റിസോഴ്സുകളായിക്കോട്ടെ, മണി ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള റിസോഴ്സുകളും നല്ല രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് രൂപകൽപ്പന ചെയ്യുക. അത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസുകളൊക്കെ രൂപകൽപ്പന ചെയ്യുക. അതുപോലെ തന്നെ സഹകരണം, കോപ്പറേറ്റീവ് മേഖലയിൽ കൂടുതലായിട്ടുള്ള പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിരീക്ഷണം വിലയിരുത്തലും, അതായത് കൃത്യമായിട്ട് സ്ക്രൂട്ടിനി നടത്തി ഇവാലുവേഷൻ നടത്തുക എന്നുള്ളത്, ഓരോ സംസ്ഥാനങ്ങളുടെ പെർഫോമൻസും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും.
കേന്ദ്രങ്ങളുടെ പോളിസീസും പ്രോഗ്രാംസും ഒക്കെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇനി സംസ്ഥാന സർക്കാരുകൾ അവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ പ്രോഗ്രാംസുകൾക്ക് അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിക്കൊണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോളജ് ആൻഡ് വിദ്യ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഗവേഷണങ്ങൾ റിസർച്ചുകൾക്കും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തിനൊക്കെ കൂടുതൽ ആയിട്ട് അതിനൊരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകളും പ്രൊസീജിയേഴ്സൊക്കെ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീതി ആയോഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചുരുക്കി വായിക്കേണ്ട നീതി ആയോഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്ത്രപരമായിട്ടുള്ള ദീർഘകാല നയങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെടുകയും രാജ്യത്തിൻ്റെയും രാജ്യാന്തര സങ്കല്പങ്ങളും പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ 4th മൊഡ്യൂളുകൾ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് 4 മൊഡ്യൂളുകളായിരുന്നു ഈ ഒരു സെമസ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ മൊഡ്യൂളുകളും അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.